രണ്ടാമത്തെ ഫംഗ്ഷനാണ് യൂലർ ടോർഷൻ്റെ ഫംഗ്ഷൻ. ഇതെന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എൻ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, n 1 വലുതാണെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ ആണെങ്കിൽ ഫൈ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സെറ്റ് എ ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ n such that a less than or equal to n, GCD of a, n is equal to 1 ആണ് എന്നതാണ് ഏത് സെറ്റ് നമ്മുടെ യൂലർ ടോർഷൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഫൈ ഓഫ് എൻ എന്താണ് ഇതിൻ്റെ ഫൈ ഓഫ് എൻ എന്താണെന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എൻ കൗണ്ട്സ് ഹൗ മെനി നമ്പേഴ്സ് ആർ കോപ്ലൈൻ അല്ലെങ്കിൽ റിലേറ്റീവ്ലി പ്രൈം ടു n എന്നുള്ളതാണ് ഫൈ ഓഫ് എൻ നോക്കുന്നത്. ഫൈ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ കൗണ്ട്സ് ഹൗ മെനി numbers are co-prime or relatively prime to n എന്നുള്ളതാണ് നമ്മുടെ ഫൈ ഓഫ് എൻ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ n is equal to 1 ആണെങ്കിൽ n is equal to 1 ആണെങ്കിൽ ഈ n is equal to 1 ആണെങ്കിൽ ലെസ് ആൻ ഓർ ഈക്വൽ ടു 1 താഴെയുള്ള നമ്പേഴ്സ് ഈസ് 1 ഇറ്റ്സെൽഫ്. ഒന്നിൻ്റെ താഴെയുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 മാത്രമാണല്ലോ. സോ GCD of 1, 1 is equal to 1 ആണ്. അതുകൊണ്ട് ഫൈ ഓഫ് 1 is equal to 1 ആണ്. ഇനി ഇതിൽ സെക്കൻഡാണ് n is equal to 5 ആണെന്ന് എടുക്കുക. അപ്പം 5 ലെസ് ആൻ ഓർ ഈക്വൽ ടു 5 ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? സെറ്റ് 1, 2, 3, 4, 5. ഓക്കെ, ഇത്രയും നമ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ GCD നോക്കുമ്പോൾ ഏതൊക്കെ നോക്കണം? GCD of 1, 5 is equal to എത്രയാണ്? GCD of 1, 5 എത്രയാണ്? 1. GCD of 2, 5 എത്രയാണ്? is equal to എത്രയാണ്? 2. സോറി 1. GCD of 3, 5 is equal to 1. GCD of 4, 5 is equal to 1. GCD of 5, 5 is equal to 5. ഇതൊക്കെയാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4. അപ്പം ഫൈ ഓഫ് 5 is equal to 4 എന്നാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് ഇത് A എന്ന് കൊടുക്കാം, ഇത് B എന്ന് കൊടുക്കാം. ഇനി C ആണ്. n is equal to 8 ആണെങ്കിൽ ലെസ് ആൻ ഓർ ഈക്വൽ ടു 8 ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8. GCD of 1, 8 is equal to 1 ആണ്. GCD of 2, 8 is equal to 2 ആണ്. GCD of 3, 8 is equal to 1 ആണ്. GCD of 4, 8 is equal to 4 ആണ്. GCD of 5, 8 is equal to 1 ആണ്. GCD of 6, 8 is equal to 2 ആണ്. GCD of 7, 8 is equal to 1 ആണ്. GCD of 8, 8 is equal to 8 ആണ് എന്ന് പറയും. ഇനി ഫൈ ഓഫ് 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? GCD 1 ആയത് 1, 2, 3, 4. അപ്പോൾ ഫൈ ഓഫ് 8 is equal to 4 ആണ്. സോ നമുക്ക് എന്ത് കിട്ടുമെന്ന് മനസ്സിലായി. ഫൈ ഓഫ് n എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് എത്ര നമ്പേഴ്സ് റിലേറ്റീവ്ലി n പ്രൈം ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ എന്ത് ഫൈ ഓഫ് n അഥവാ യൂലർ ടോർഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സ്. അപ്പം ജനറലി നമുക്ക് എന്ത് പറയാം? നേരത്തെ പറഞ്ഞു വെച്ചിട്ട് ഫൈ ഓഫ് n is equal to സമ്മേഷൻ ആണല്ലോ. സമ്മേഷൻ k equal to 1 to n. ഇവിടെ എന്തായിരിക്കണം? GCD of k, n is equal to 1 ആയിരിക്കണ്ടേ? സോ 1 is equal to GCD of k, n 1 ആയിട്ടുള്ള GCD of k, n 1 ആയിട്ടുള്ള 1 മുതൽ n വരെയുള്ള 1കളുടെ സമ്മേഷനാണ് എന്ത്? ഫൈ ഓഫ് n. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ k equal to 1 to n ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ 1 by GCD of n, k എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റും. മനസ്സിലായല്ലോ? ഇതാണ് ഇത് ജനറലി പറയുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്കൊരു തിയറം നോക്കാം. യൂലർ ടോർഷൻ ഫംഗ്ഷൻ്റെ തിയറം. അപ്പോൾ എന്താ തിയറം? എന്താ? ഇഫ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, അതായത് സമ്മേഷൻ d divides n, ഫൈ ഓഫ് d is equal to
നമുക്ക് പറയാം. ലെറ്റ് S is equal to set 1, 2, 3, 4, etc. n നമ്പേഴ്സ് ഉള്ള ഒരു സെറ്റാണ് S എന്നത്. അങ്ങനെയാണെങ്കിൽ A of D is equal to അൽജബ്രിക് ഫംഗ്ഷൻ ഓഫ് ഡിവൈസേഴ്സ് D എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? is equal to നമുക്ക് എന്ത് കിട്ടും? set K such that GCD of K, N is equal to D, 1 less than or equal to K less than or equal to N എന്ന് കിട്ടും. ഇത് നമുക്ക് ഇങ്ങനെ നോക്കാം. രണ്ടും എന്ത് ചെയ്തു? ഡിസ്ജോയിൻറ്റ് സെറ്റ് ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ആണ് ഇങ്ങനെ വരിക. ഇത് നമുക്കിങ്ങനെ നോക്കാം. എന്താണ്? ഇഫ് n equal to 3 ആണെങ്കിൽ 3ൻ്റെ ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞാൽ 1 3 ആണ്. സോ A of 1 ആദ്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സെറ്റ് K such that K, 1 is equal to D എന്ന് പറയുന്നത് D ഇവിടെ D1 ആണ്. ഓക്കെ, D1 ആണ്. ഇവിടെ N 3 ആണ്. N equal to 3 എടുത്താൽ K such that K, 3 is equal to D1 ആണ്, 1 less than or equal to K less than or equal to 3 എന്ന് കിട്ടും. is equal to എന്ന് പറഞ്ഞാൽ എന്താണ്? K, 3 GCD 1 ആണെന്ന് സെറ്റ് GCD 1ൻ്റെ 1ഉം 3 ആണെങ്കിൽ GCD 1 ആണ്. പിന്നെ എന്താണ്? 2ഉം 3 ആണ് GCD 1 ആണ്. സെറ്റ് 1 3 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ GCD of 1, 3 is equal to 1, 2, 3 is equal to 1. സോ ഇത് രണ്ടുമാണ് 1 ഉം 2 കിട്ടും. ഈ 1 ഉം ഈ 2 ആണ്. നെക്സ്റ്റ് നമ്മൾ ഇവിടെ വന്ന് അപ്പോൾ ഇതനുസരിച്ച് ഞാൻ അടുത്ത് 3 എടുക്കാം. A of 3 is equal to K such that K, 3 is equal to ഡിവൈസർ 3 ആണ്, 1 less than or equal to K less than or equal to 3 എന്ന് കിട്ടും. is equal to ഇതൊക്കെ നമുക്ക് കിട്ടാം. സെറ്റ് 3 കിട്ടണമെങ്കിൽ ഈ 3 മാത്രമേ ഉള്ളൂ. കാരണം K, 3 is equal to 3 കിട്ടണം. അതായത് 3, 3 മാത്രമേ GCD 3 കിട്ടുകയുള്ളൂ. സോ നമുക്ക് 3 എന്ന് കിട്ടും. ഇതിനകത്ത് എന്താണ്? ജോയിൻ്റ് സെറ്റാണ്. കാരണം A of 1 യൂണിയൻ A of 3 is equal to സെറ്റ് 1, 2 യൂണിയൻ സെറ്റ് 3 is equal to സെറ്റ് 1, 2, 3 കിട്ടും. എന്താണ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് അതുകൊണ്ട് ക്ലെയിം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. D1 and D2 രണ്ട് ഡിവൈസേഴ്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. അവരുടെ ഡിസ്റ്റിങ്ക്റ്റ് ഡിവൈസേഴ്സ് ആണ് ഓഫ് എന്നിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ഡിവൈസ് എന്നിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ഡിവൈസസ് ആണ്. D1 ഉം D2 എന്നിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ഡിവൈസസ് ആണെങ്കിൽ ദെൻ നമുക്ക് A of D1 ഇൻ്റർസെക്ഷൻ A of D2 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് D1 ഉം D2 ആണ് അതിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ഡിവൈസസ് ആണെങ്കിൽ A of D1 ഇൻ്റർസെക്ഷൻ A of D2 എന്ന് പറയുന്നത് 5 ആയിരിക്കും, 0 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. അപ്പോൾ X belongs to A of D1 ഇൻ്റർസെക്ഷൻ A of D2. X ഈ ഇൻ്റർസെക്ഷനിൽ ഉണ്ടെന്ന് കാണിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടും? സോ നമ്മൾ എടുക്കണം X എന്ന് പറഞ്ഞാൽ ഇതിലുണ്ടെന്ന് കാണിക്കാനുണ്ട്. X belongs to A of D1 ഉണ്ടാവും ആൻഡ് X ഏതിലും കൂടി ഉണ്ടാവും? ഇൻ്റർസെക്ഷൻ ആണല്ലോ. സോ ഏതിലും കൂടി ഉണ്ടാവും? X belongs to A of D2 ഉണ്ടാവും. ദെൻ എന്ത് ചെയ്യണം? X, N GCD of X, N A of D എന്ന് പറഞ്ഞാൽ GCD of X, N എന്ന് എടുത്താൽ ബിലോങ്സ് ടു ഇതിലുണ്ടാവും D1 ആൻഡ് X, N എന്തുണ്ടാവും? ബിലോങ്സ് ടു D2. അതായത് GCD of X, N D1 GCD of X, N D2 സോ നമുക്ക് എന്ത് കിട്ടും? D1 equal to D2 എന്ന് കിട്ടും. സോ it was contradiction to our assumption that D1 and D2 are distinct devices എന്നതാണ് കോൺട്രാഡിക്ഷൻ കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും? A D1 ഇൻ്റർസെക്ഷൻ A D2 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 5 എന്ന് കിട്ടും. 5 അല്ല എന്ന് കിട്ടും. വെറുതെ കോൺട്രാഡിക്ഷൻ ടു അസംഷൻ. D1 D2 are distinct devices ആണെങ്കിൽ നമുക്ക് എന്താ പറയുക? A of D1 ഇൻ്റർസെക്ഷൻ A of D2 എന്ന് പറയുന്നത് 5 ആണെന്ന് പറയാം. അങ്ങനെയാണ് ക്ലെയിം 2 എന്ന് പറഞ്ഞാൽ
സെറ്റ് 1 2 3 എക്സെട്ര n is equal to യൂണിയൻ ഓഫ് ഡി ഡിവൈഡ്സ് എ ഓഫ് ഡി എന്ന് എടുക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യൂണിയൻ ഓഫ് എന്ന് പറയുന്നത് എസിൻ്റെ സബ്സെറ്റാണ്. കാരണം എസ് എന്ന് പറഞ്ഞാൽ 1 2 3 എക്സെട്ര എന്നാണ്. അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ എസിലുണ്ടെന്ന് എടുക്കുകയാണെങ്കിൽ ജി സി ഡി ഓഫ് എക്സ് കോമ ഒരു ഡിവൈസർ ഡി എന്ന് എടുത്തു ഫോർ സം ഡി. അങ്ങനെയാണെങ്കിൽ ഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 × n ഇടലാണ്. സോ എക്സ് ബിലോങ്സ് ടു എ ഓഫ് ഡി ആയിരിക്കും. ദെൻ എക്സ് എന്ത് ചെയ്യും? യു ഡിവൈഡ്സ് യൂണിയൻ ഓഫ് ഡി ഡിവൈഡ്സ് എ ഓഫ് ഡി എന്ന് പറയുന്ന ഇതിലെടുക്കും ഫോർ സം ഡി ഡിവൈഡ്സ് എന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എസ് സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓഫ് ഡി ഡിവൈഡ്സ് എ ഓഫ് ഡി എന്ന് പറയാൻ പറ്റും. അത് നമുക്ക് ഇക്വേഷൻ 2 നോക്കാം. ഈ ഇക്വേഷൻ 1 ഉം 2 ഉം നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക? യൂണിയൻ എന്ന് പറയുന്നത് എസിൻ്റെ സബ്സെറ്റാണ്, എസ് എന്ന് പറയുന്നത് യൂണിയൻ്റെ സബ്സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എസും യൂണിയനും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം എന്നുള്ള കാര്യം കിട്ടും. നമ്പേഴ്സ് ഓഫ് എസ് എന്ന് പറയുന്നത് നമ്പേഴ്സ് ഓഫ് സെറ്റ് എസ് എന്ന് പറയുന്നത് സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ നമ്പേഴ്സ് ഓഫ് എ ഓഫ് ഡി ആണെന്ന് പറയാം. എ ഓഫ് ഡിൻ്റെ ഡി ഡിവൈഡ്സ് എൻ്റെ സമ്മേഷൻ ആണെന്ന് പറയാം. ദെൻ നമുക്കിതിന് എന്ന് പറയാം? n is equal to സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ എ ഓഫ് ഡി എന്ന് പറയാം. നമ്പേഴ്സ് ഓഫ് n എന്ന് പറഞ്ഞാൽ n ഉണ്ടാവും. എത്ര നമ്പേഴ്സ് ഓഫ് n ഉണ്ടാവുമെന്ന് വെച്ചാൽ n ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഇതിന് സമ്മേഷൻ എ ഓഫ് ഡി എഴുതാൻ പറ്റും. ഇക്വേഷൻ 3 എന്ന് വിളിക്കാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ക്ലെയിം മെയിൻ ആയിട്ടുള്ള ക്ലെയിം എന്ന് പറയുന്നത് എടുക്കാം. ക്ലെയിം ചെയ്യാൻ നമ്പർ ഓഫ് എ ഓഫ് ഡി ഇസ് ഈക്വൽ ടു 5 ഓഫ് ഡി ആണെന്ന് പറയാം. ഇതാണ് ക്ലെയിം ചെയ്യേണ്ടത്. ഓരോന്ന് ക്ലെയിം ചെയ്യാനാണല്ലോ പറഞ്ഞത്. ക്ലെയിം ചെയ്യേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം? കെ ബിലോങ്സ് ടു എ ഓഫ് ഡി എടുക്കാം. അങ്ങനെയാണെങ്കിൽ നേരെ വരാം. ജി സി ഡി ഓഫ് കെ കോമ n is equal to d ആണ്. സിംപ്ലൈസ് ദാറ്റ് കെ ബൈ ഡി n ബൈ ഡി is equal to d ബൈ ഡി. 0 less than k by d less than or equal to n by d. It's inverse k by d n by d is equal to 1, 0 less than k by d less than or equal to n by d. So നമുക്ക് k by d is equal to q എന്ന് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? q n by d is equal to 1, 0 then q less than or equal to n by d കിട്ടും. q belongs to എന്താണ്? സെറ്റ് k സെറ്റ് ദാറ്റ് k കോമ k GCD of n by d k such that k GCD of k comma n by d is equal to 1, 0 less than k less than or equal to n by d നമുക്ക് സിംപ്ലൈസ് q belongs to ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു b എന്ന് കൊടുക്കുകയാണെങ്കിൽ q belongs to b എന്ന് എഴുതാൻ പറ്റും. ഇതിൽ നിന്നും ഇതെങ്ങനെ വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കിതെങ്ങനെ എഴുതാം? ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. GCD of k comma n is equal to d ആണ്. അതായത് 2, 4 is equal to 2 ആണ്. k by d n by d is equal to d by d which is equal to നമുക്ക് എന്ത് ചെയ്യാം? 2 by 2, 4 by 2 which is equal to 1, 2. The GCD is equal to 1. So k comma n is equal to നമുക്ക് എന്ത് കിട്ടും? 3 ആണ്. k by d n by d is equal to 1 ആണ്. This is equal to 1 അല്ലേ? is equal to 1 ആണ് കിട്ടി. സോ നമുക്ക് കിട്ടും ഇതങ്ങനെ കിട്ടി. 1 ആണ് കിട്ടും.
ക്വസ്റ്റ്യൻ 3 ബിക്കംസ് ക്വസ്റ്റ്യൻ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ഇക്വൽ ടു നമുക്കറിയാം ഇസ് ഇക്വൽ ടു summation d divides numbers of a of d. Then 3 എന്ന് പറയുന്നത് അങ്ങനെയാണ് 3 വെച്ചിട്ട് d എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ summation a of d നമുക്ക് ഈ phi of n by d കൊടുക്കാം. n is equal to summation d divides a phi of n by d എന്ന് കിട്ടും. എന്നിട്ട് if d is divisor of n, then n by d is also divisor of n. d എന്ന് പറയുന്നത് n ന്റെ ഡിവൈസർ ആണ്, n by d എന്ന് പറയുന്നത് n ന്റെ ഡിവൈസർ ആണ്. അതായത് ആദ്യം നമ്മൾ n equal to 4 നിൽക്കുന്ന d is equal to 2 കൊടുക്കാം. n by d is equal to 4 by 2 is equal to 2. 2 ഇതിന്റെ ഡിവൈസർ ആണ്. Then d divisors d and n by d conjugate divisors ആണ്.